ഇൻ വിവോ ടെസ്റ്റഡ് സൺസ്ക്രീൻ വാങ്ങുന്നില്ലേ? ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റ് ടോപ്പ് 5 ഇൻ വിവോ ടെസ്റ്റഡ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് പ്രൊമോഷൻ ആണ്, പെർട്ടിക്കുലർ ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അത് ഇട്ടതാ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യും, ഇന്നത്തെ ഈ വീഡിയോയിൽ അതും കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോ പുള്ളിക്കാരി ആ റീല് ഡിലീറ്റ് ചെയ്ത് പോയി കളഞ്ഞു. അപ്പൊ എന്തായാലും എന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാവും, ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. ആൻഡ് ഓക്കെ, അപ്പൊ ഇൻ വിവോ ടെസ്റ്റഡ് സൺസ്ക്രീൻ, വിവോ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ഹ്യൂമൻ സ്കിന്നിൽ സൺസ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ UV ലൈറ്റ് എക്സ്പോസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്വെറ്റില് ബാക്കി മൂവ്മെന്റ്സിലൊക്കെ എങ്ങനെയാണ് ഈ സൺസ്ക്രീൻ പെർഫോം ചെയ്യാന്നുള്ളതാണ് അത് അറിയാൻ പറ്റും. അതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇൻ വിട്രോ ടെസ്റ്റിംഗ്. ഇൻ വിട്രോ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലാബ് സെറ്റപ്പിൽ ചെയ്യുന്നതാണ്. ഇൻ വിവോ പോലെ എഫിഷ്യന്റ് അല്ല അത്, കാരണം ഹ്യൂമൻ സ്കിന്നിലല്ല ചെയ്യുന്ന, മെഷീൻസ് ആണ് അതിന്റെ പെർഫോമൻസ് പ്രൊട്ടക്ഷൻ ഒക്കെ അളക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇൻ വിവോ ടെസ്റ്റഡ് സൺസ്ക്രീൻ ധൈര്യമായിട്ട് വാങ്ങിക്കാമെന്ന്. ഒരിക്കലുമല്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് DOT&Kയുടെ വിറ്റമിൻ C സൺസ്ക്രീൻ. ആൻഡ് ഡെർമാറ്റ് പ്രൊമോട്ട് ചെയ്തതും അതേ സൺസ്ക്രീൻ ആണ്. ഇതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഫിൽറ്റേഴ്സ് ആണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ഓൾ ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. UVB ആയിട്ട് ഒക്ടീനോക്സൈറ്റും UVA ആയിട്ട് അവോബെൻസോൺ ഓക്സിബെൻസോൺ. ഈ ഓക്സിബെൻസോൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അവോയ്ഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതിന്റെ സേഫ്റ്റി റീസൺസ് കാരണം അതാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇതിന്റെ UVA PF വാല്യൂ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സൺസ്ക്രീൻ നിങ്ങൾ വെറുതെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കരമായിട്ട് ഈ ഇൻ വിവോ ടെസ്റ്റ് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചുമ്മാ പറ്റിക്കുന്നതാണ്, വാങ്ങിക്കാൻ നിൽക്കേണ്ട. ആൻഡ് നിങ്ങൾക്ക് നല്ല സൺസ്ക്രീൻ എങ്ങനെ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ട പോയിന്റ്സ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു. അത്രയാണ്.